നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അജ്ഞാതന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമിന്റെ വിശദാംശങ്ങൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. 35.95 ലക്ഷം രൂപയുടെ ക്ലെയിമിനാണ് അപേക്ഷിച്ചതെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിവാബുവ ഇൻഷുറൻസ് കമ്പനിയാണ് താരത്തിന് ഇൻഷുറൻസ് തുക അനുവദിക്കുന്നത്. 25 ലക്ഷം രൂപ ഇതിനോടകം തന്നെ കമ്പനി അനുവദിച്ചിട്ടുണ്ടെന്നും ആകെ തുക 35.95 ലക്ഷം രൂപയാണെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മുംബൈയിലെ കാർഡിയാക് സർജനായ ഡോക്ടർ പ്രശാന്ത് മിശ്ര. ചെറിയ ആശുപത്രികൾക്കും സാധാരണക്കാർക്കും ഇത്തരം ചികിത്സയ്ക്കായി 5 ലക്ഷം രൂപയിലധികം കമ്പനി അനുവദിക്കാറില്ല. എല്ലാ 5 സ്റ്റാർ ആശുപത്രികളും ഭീമമായ ഫീസ് ഈടാക്കുകയും തുക മെഡിക്ലെയിം കമ്പനികൾ അടയ്ക്കുകയും ചെയ്യും. ഇതിന്റെ ഫലമായി പ്രീമിയം ഉയരുകയും ഇടത്തരക്കാർ ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. താരത്തിന്റെ ഇൻഷുറൻസ് ക്ലെയിം എന്ന പേരിൽ പ്രചരിക്കുന്ന രേഖകളുടെ ചിത്രങ്ങൾക്ക് റീട്വീറ്റ് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ പ്രശാന്ത് മിശ്രയുടെ പ്രതികരണം. ഇൻഷുറൻസ് തുകയെ സംബന്ധിച്ച ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ചൂട് പിടിക്കുന്നുണ്ടെങ്കിലും സെയ്ഫ് അലി ഖാനോ അദ്ദേഹത്തിന്റെ കുടുംബമോ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ 2:30 ബാന്ദ്രയിലെ വീട്ടിൽ വെച്ച് സെയ്ഫ് അലി ഖാന് മോഷ്ടാവിൽ നിന്നും കുത്തേറ്റത്. സെയ്ഫിന്റെ ഇളയ മകന്റെ മുറിയിൽ അക്രമി കടക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് വീട്ടുജോലിക്കാരി ഏലിയാമ ഫിലിപ്പ് പ്രതിയെ കാണുന്നത്. ബഹളം കേട്ട് സെയ്ഫ് അലി ഖാൻ ഓടിയെത്തുകയും സംഘർഷത്തിൽ നടന് കുത്തേൽക്കുകയും ചെയ്തു. കുത്തേറ്റ സെയ്ഫിനെ ഉടൻ തന്നെ മുംബൈയിലെ ലീലാവതി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു സംഘം ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അദ്ദേഹത്തിന് ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. ഡോക്ടർമാരുടെ റിപ്പോർട്ട് അനുസരിച്ച് നട്ടെല്ലിൽ കുത്തുകിട്ടിയതിനാൽ സെയ്ഫിന് തെറാസിക് സുഷുമ്ന നാഡിക്ക് വലിയ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. നടന്റെ നട്ടെല്ലിൽ നിന്ന് 2.5 ഇഞ്ച് നീളമുള്ള കത്തിയാണ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത്. നിലവിൽ നടൻ സെയ്ഫ് അലി ഖാനെ കുത്തിയ കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മധ്യപ്രദേശിൽ നിന്നാണ് മുംബൈ പോലീസ് ഇയാളെ പിടികൂടിയത്. ഇയാൾ ബംഗ്ലാദേശ് പൗരനാണെന്നാണ് സംശയിക്കുന്നത്. പിടിയിലായ പ്രതിക്ക് ഇന്ത്യൻ രേഖകളില്ലെന്നും മുംബൈ പോലീസ് അറിയിച്ചു.